ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഒരു ഫംഗ്ഷനും ഒരു കല്യാണത്തിനുമൊക്കെ എങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങി പോകാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ നിന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഒരുങ്ങി ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്കെന്നാൽ ചെയ്തു തുടങ്ങാം. ഞാൻ ഇതൊന്നെല്ലാം കഴുകിയിട്ട് വരാമേ, തുടച്ച് എന്നിട്ട് ചെയ്യാം. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ഇതിലൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഒരുങ്ങി പോകുന്നത് നല്ലത്. അല്ലാതെ മുഖത്ത് ഒത്തിരി ഓരോന്നൊക്കെ ഇട്ട് പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാതെ ഒരുമാതിരി ഓരോന്നൊക്കെ ചെയ്ത് വെച്ചേക്കുക എന്നുള്ളത്. അതിനേക്കാളും നല്ലത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒരുങ്ങി പോകുന്ന ഏറ്റവും ഭംഗി. എൻ്റെ നോട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ചിലരൊക്കെ ഒരുങ്ങി ഓരോന്നൊക്കെ ഇട്ടേക്കുന്ന കാണുമ്പോൾ നമുക്കറിയാതെ ഓരോന്നൊക്കെ ഒരുപാട് വാരി ഓരോ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുവാണെന്ന് നമുക്കത് തോന്നും. മിക്കവാറും അങ്ങനെയൊക്കെ തോന്നുക. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമുക്കാണെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് നല്ല രീതിക്ക് കണ്ടാലാണെന്നുണ്ടെങ്കിൽ ഒരു വൃത്തിക്കും മെനയ്ക്കുമായിട്ട് നമുക്ക് ഒരുങ്ങി പോകാം. ആ രീതിക്കാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഞാൻ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒരു രീതിയല്ല. നമുക്ക് ചെയ്തു തുടങ്ങാം. ഞാൻ നന്നായിട്ട് മുഖം ക്ലീൻ ചെയ്തേ, മുഖം കഴുകി. രാവിലെ ഞാൻ അമ്പലത്തിൽ പോയതിൻ്റെ ചന്ദനവും ഇതൊക്കെയായിരുന്നു മുഖത്തിരുന്നത്. ശരിക്കും ഞാൻ മുഖം കഴുകി. മുഖത്തൊന്നും ഞാൻ ഒന്നും ഇപ്പോൾ ഇട്ടിട്ടില്ല. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി സൺസ്ക്രീം ഇടും. ഞാൻ മേടിക്കുന്ന സൺസ്ക്രീം എന്ന് പറഞ്ഞാൽ ലാക്മേയുടെ ഇതാണ്. ഞാൻ പണ്ട് മുതൽ ഉപയോഗിക്കുന്ന ഇതാണ്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ക്രീം എന്ന് പറഞ്ഞാൽ ഒലയുടെ ക്രീമാണ്. അത് ഒത്തിരി വർഷമായി. ഇത് ആദ്യം മുതലേ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതങ്ങ് ഉപയോഗിക്കുന്നുള്ളൂ. നേരത്തെ നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ ഞാനാണെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ബീക്കോയുടെ ബീക്കോ ടെർമറിക് എന്നും പറഞ്ഞുകൊണ്ടുണ്ടല്ലോ, അതായിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അതിട്ട് കഴിയുമ്പോൾ ഓയിലി ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങ് മുഖത്തോട്ട് ഇങ്ങനെ എണ്ണമയം ഇറങ്ങുന്ന പോലെ ഇരിക്കുക. ഞാൻ പിന്നെ അങ്ങ് നിർത്തിയത്. പക്ഷേ ഇപ്പോൾ ഒക്കെ ഉപയോഗിച്ചാൽ നല്ലതാണ്. അത് നല്ല മഞ്ഞളൊക്കെ ചേർന്നിട്ടുള്ളത്. അത് ഏറ്റവും നല്ലതാണ്. അത് അതിൻ്റെ ആണെന്ന് തോന്നുന്നത്. അത് ഒത്തിരി വർഷമായി. അത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഞാനിപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിന് കുറച്ച് വിലയുള്ള സാധനമാണ്. പക്ഷേ നമ്മൾ ഉപയോഗിച്ച് പോയി. പിന്നെ അതുകൊണ്ട് എനിക്കിത് ഇഷ്ടവുമാണ്. ഞാൻ അതായി ഉപയോഗിക്കുന്നത്. ഒരുപാടൊന്നും എടുത്ത് മുഖത്തൊന്നും തേക്കത്തില്ല, ശകലമായിട്ട് എടുക്കത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ഇത് ഒരു ശകലം കയ്യിലെടുക്കും. ഒത്തിരി അല്ല, ഇച്ചിരി എടുക്കത്തുള്ളൂ. ശകലം എടുത്തത് ലാക്മേഡ് ഇത് തീർന്നു. ഇതും സത്യത്തിൽ ഞാൻ പുറത്ത് പോകുമ്പം എന്തിട്ടില്ലേലും ഇത് ഞാൻ ചെയ്യും. കാര്യമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ മുഖം ശരിക്കാന്നുണ്ടെങ്കിൽ ഓരോ കറുത്തപാടം ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ കൂടും. അതല്ലെങ്കിൽ ഇതിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തില്ല, ഇച്ചിരേ ഉള്ളൂ. എന്നാലും ഞാൻ കാണിക്കുവാണേ. ഒരു ശകലം ഇത് എടുക്കും, ഇതുകൂടെ എടുക്കും. ശകലേ ഉള്ളൂ, കിട്ടിയുള്ളൂ. അതിന് കുറച്ചേ ഉള്ളൂ. അത് വേണ്ടുന്നിട്ട് രണ്ടും കൂടെ ഞാൻ മിക്സ് ആക്കും. എന്നിട്ട് ശകലേ തൂക്കത്തുള്ളേ. ശകലം ഇങ്ങനെ മുഖത്ത് തൂക്കും. ശകലം ഇങ്ങനെ തൂത്ത് അതെല്ലാവരും നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കണം. അത് കാര്യമുണ്ട്. ഇത് രണ്ടായിട്ട് തേക്കാത്ത ഇത് തേച്ചതിന് ശേഷം ഒരു ശകലം നേരം ഇരിക്കണമല്ലോ. എന്നിട്ടേ നമുക്ക് രണ്ടാമത് ക്രീം ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലേ പിന്നെ അത്രയും വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് രണ്ടും കൂടെ ഞാൻ മിക്സ് ആക്കി അങ്ങ് തേക്കും. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ പൗഡർ ഇടാറില്ല. എനിക്കിഷ്ടമല്ല പൗഡർ ഇടുന്നത്. എനിക്ക് പിന്നെ എപ്പോഴും ഇച്ചിരി ഓയിലി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ ക്രീം ഇടുമ്പം തന്നെ നമുക്ക് ഇച്ചിരി അതങ്ങനെ തോന്നും. പക്ഷേ പിന്നെ ഓയിൽ സ്കിന്നുള്ളവർക്ക് അത് പറ്റത്തില്ല കേട്ടോ. ഇത് ഇച്ചിരി അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും അത് അങ്ങനെ ഇരിക്കുന്നത്. ഇത് എൻ്റെ കുറച്ച് ഡ്രൈ സ്കിന്നാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്. ഇതിടുന്നതെന്നല്ല, വർഷങ്ങളായിട്ട് ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കിഷ്ടമാകും. ഒരിടയ്ക്കൊക്കെ പിന്നെ ഒലയുടെ ക്രീമിൽ ഏതാണ്ട് കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ ഇട്ടേക്കുന്നുണ്ട്. പക്ഷേ ഞാനിത് നിർത്തിയിട്ടില്ല. എന്തോ എനിക്കതാ ഇഷ്ടം. അത് ഇത് രണ്ടും ഞാൻ പറഞ്ഞല്ലോ, സൺസ്ക്രീം ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ആക്കിയിട്ട് അങ്ങ് തൂക്കത്തേ ഉള്ളൂ. തൂത്തിട്ട് ഇത്ര അത് ചെയ്തു. അതിനുശേഷം ഈ ഫൗണ്ടേഷൻ ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. ഫൗണ്ടേഷൻ ഞാൻ ഇടാറേ ഇല്ല. ഞാൻ ചുമ്മാ ഒരു 2-3 വർഷത്തിന് മുന്നേ ഞാനിത് മേടിച്ച് വെച്ചതാണ്. ഇതെന്തോ സംഭവം എന്നുള്ളത് അറിയാനായിട്ട്. ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്തോന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് മേടിച്ച് വെച്ചതാണ്. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം ഞാനതൊന്ന് ചെയ്ത് നോക്കി. വിലയോടെ പോകല്ലെന്ന് വീട്ടിൽ നിന്നപ്പോൾ തന്നെ ഒന്ന് ഇട്ട് നോക്കി. അതായത് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനായിട്ട് ഇട്ട് നോക്കിയപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, സത്യം ഞാൻ പറയുക.
ഞാൻ ഇതിന് ഇട്ടിട്ടുമില്ല. ഇപ്പോൾ 2-3 വർഷമായി. ഇപ്പോൾ തന്നെ അതിൻ്റെ കാലാവധി കഴിയാൻ പോവുക. പക്ഷേ ഇത് നല്ല ഒരുമാതിരി നല്ലതിൻ്റെയാണ് മേടിച്ചേക്കുന്നത് ഞാൻ. ചിലർക്കൊക്കെ നമ്മുടെ സ്കിന്നിനെ മാച്ചാകുന്നത് നോക്കി നമ്മൾ മേടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ ഇതിട്ട് കഴിയുമ്പം കണ്ടിട്ടുണ്ട്, അവരല്ലാതെ കാണുമ്പോൾ നല്ല ഇതായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. സത്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടല്ലോ ഒരുമാതിരി ഒരു കരുവാളിപ്പ് പോലെ തോന്നിയിട്ടുള്ളത്. അല്ലാതെ അവർ സാധാ മേക്കപ്പിൽ പോകുമ്പോഴാണ് ഒന്നുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഇട്ട് കാണിക്കാം. ഒരു ശകലം എടുക്കുക. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഉപയോഗിച്ചിട്ടേ ഇല്ല. എന്നാലും ചെയ്ത് കാണിക്കുക. നമ്മൾ ക്രീം ഇട്ടല്ലോ, വേണ്ട ഒരു ഇച്ചിരി കണ്ടോ, ഇത്രയും ഇതിൻ്റെ ആവശ്യമുള്ളൂ. വേണേൽ ഒരു പൊട്ട് പോലെ ഇങ്ങനെ വേണ്ടവർ ഉപയോഗിച്ചാൽ മതി. ഇത് സത്യത്തിൽ ഉപയോഗിക്കാതിരിക്കുക നല്ലത്. ഇത് അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് അതങ്ങ് തൂക്കണം. നമ്മുടെ ഈ കൈ കൊണ്ട് തൂത്താൽ സ്പോഞ്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല. നന്നായിട്ടത് തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ. ഇതിന് മുന്നേ ആണെന്നുണ്ട് കൺസീലർ എന്ന് പറഞ്ഞിട്ട് സാധനം അത് ഇടുന്നുണ്ട്. അത് ചിലർക്കൊക്കെ കറുത്ത പാടും അത് ഇതെല്ലാം മായ്ച്ച് കളയും. ഈ കുണ്ടും കുഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ മാഞ്ഞ് കിട്ടും നമുക്കത്. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്തിട്ട് ഇത് ഇടുന്നത് ഈ കറുത്ത പാടൊക്കെ മാറും. കറുത്ത പാടെ ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഉള്ള ഒരു കറുപ്പൊക്കെ ചിലർക്കുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്കിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് മാറും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഉപയോഗിക്കാറില്ല. ഇത് കഴിയാറുമായി. എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ ചുമ്മാ നോക്കിയത് ഇതെന്തോ സംഭവം എന്നറിയാനായിട്ട് ഞാൻ മേടിച്ചെന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ക്രീമും ഈ സൺസ്ക്രീമും ഈ ക്രീമും ശകലം ഇടത്തേ ഉള്ളൂ. സിമ്പിളായിട്ട് ഞാൻ അങ്ങനെ തന്നെ എല്ലായിടും പോകുന്നത്. ഒരു കല്യാണത്തിന് പോയാലും എന്തിനു പോയാലും ഞാൻ ഇത് രണ്ടും മാത്രം ഇച്ചിരി ഇടുക, നമ്മുടെ കണ്ണെഴുതുക, പൊട്ട് തൊടുക, അത്രയൊക്കെ ചെയ്യത്തുള്ളൂ ഞാൻ. ഇത്ര അത് നമ്മൾ മുഖത്ത് റെഡി ആയിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത്, എൻ്റെ ഐബ്രോ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പുരികയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എനിക്ക് ഉണ്ടായിരുന്നതാണ്. ഞാൻ ഒരുപാട് മരുന്നുമൊക്കെ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് എൻ്റെ പൊഴിയുന്നുണ്ടായിരുന്നു. ഇത് പൊഴിയുന്നുണ്ട്, മുടിയും പൊഴിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മേടിച്ചതാണ്. ഇത് നല്ലതാണ്. ഇത് ബ്രൗൺ കളറാണ്, നല്ല കറുപ്പല്ല. ഈ നല്ല കറുപ്പ് മേടിക്കരുത് ആരും. നല്ല കറുപ്പ് മേടിച്ചങ്ങോട്ട് നമ്മൾ മഷി എഴുതിയ പോലെ ഇരിക്കും, ഇങ്ങനെ കൺമഷി എഴുതിയ പോലെ കളർ ഇരിക്കും. കണ്ടോ, സീരിയലിനകത്തൊക്കെ കണ്ടിട്ടില്ലേ, ഓരോരുത്തരെയൊക്കെ വീഡിയോ ഒക്കെ ഇങ്ങനെ നല്ലതായിട്ട് കറാന്നിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെ ചെയ്താൽ ഇതൊരു ബ്രൗൺ ഇതുള്ളതാണ്. ഇത് നല്ലതാണ്. ഇത് നമ്മുടെ പുരികത്തിൻ്റെ കളർ തന്നെയാണ്. ഇത് ഞാനിതാണ് മേടിച്ചു ഞാൻ ഉപയോഗിക്കുന്നത്. ചെറുതായിട്ടൊന്നും കറുപ്പിക്കത്തേ ഉള്ളൂ, ഒത്തിരി ഒന്നും കറുപ്പിക്കത്തില്ല. അങ്ങനെ ചെയ്യും ഞാൻ. പിന്നെ എനിക്ക് ഇച്ചിരി ഒരു കറുപ്പായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ ഇച്ചിരി തൂത്തായിരുന്നു. ഇത് അതിൻ്റെ ആവശ്യമേ നമുക്ക്. പിന്നെ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതുപോലെ പെൻസിൽ രൂപത്തിൽ തന്നെയുള്ള ഞാൻ കണ്ണിലെഴുതുന്നത് ഇതുപോലത്തെ തന്നെ മേടിച്ചിട്ടുണ്ട്. മേബിലിൻ്റെ അതിൻ്റെയാണ് ഞാൻ മേടിക്കുന്നത്. നല്ല കമ്പനിയാണ്, അത് നല്ലതാണ്. അതാണ് ഞാൻ മേടിച്ച് ഞാൻ കണ്ണിൽ ഉപയോഗിക്കുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ കൺമഷിയോ പിന്നെ ഈ ടൈപ്പ് ഒന്നും എനിക്ക് പറ്റത്തില്ല. ഇത് കണ്ണിനകത്ത് എഴുതി കഴിഞ്ഞുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോഴത്തേന് കഥകളിക്കാറ് കൂട്ടി ഇങ്ങനെ താഴെ എല്ലാം അങ്ങ് പടർന്നു ഇരിക്കും. എപ്പോൾ നോക്കിയാലും എൻ്റെ കണ്ണിൽ എഴുതിയാലും അങ്ങനെയാണ്, കഥകളിക്കാറ് കൂട്ടി ഇതങ്ങ് പടർന്നിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത് അങ്ങനെ എഴുതാറില്ല. പെൻസിൽ രൂപത്തിലുള്ളതാണ് ഞാൻ എഴുതുന്നത്. പക്ഷേ അതിപ്പം എൻ്റെ തീർന്നിരിക്കുകയാണ്. ഞാൻ കൺമഷി വെച്ചാൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. വേണ്ട ഇച്ചിരി കൺമഷി ഞാൻ എടുക്കുക, കണ്ണിനകത്തോട്ട് എഴുതുക. അതാണ് ചെയ്യുന്നത്. അതിനിവിടെ ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ട് കേട്ടോ, അതിലോട്ട് നോക്കിയാണ് ചെയ്യുന്നത്. കാണാൻ പറ്റും. നമുക്ക് ആ പെൻസിൽ നല്ലതാണ് കേട്ടോ, നല്ല പെൻസിലാണ്. അത് പടരത്തേ ഇല്ല. അത് എനിക്ക് അതുകൊണ്ട് എഴുതി പോയി കഴിഞ്ഞാൽ എവിടെയും പോയിട്ട് തിരിച്ച് വരുന്നിടം വരെ അങ്ങനെ തന്നെ ഇരിക്കും. ഒരു വലുതായിട്ട് പടരത്തേ ഇല്ല. പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പടരും. ഞാൻ അതുകൊണ്ട് തീർന്നുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് എഴുതിയത്. ഇതുകൊണ്ട് ഞാൻ എഴുതിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇച്ചിരി കൊച്ചു പിള്ളേരോട്ട് പൗഡർ എടുത്തിട്ട് ഇച്ചിരി ഇങ്ങനെ തൂത്ത് വെക്കും. അപ്പം ആ പടരാതിരിക്കും. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ട് പോകുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നത്
പിന്നെ അത്രയേ ഉള്ളൂ. ഞാൻ അധികമായിട്ട് ഞാൻ സിമ്പിളായിട്ടേ പോകാറുള്ളൂ എവിടെയാണെന്ന് പറഞ്ഞാൽ. അത്ര സിമ്പിളായിട്ടേ പോകാറുള്ളൂ എന്ന് വെച്ചാൽ ഞാനിത് പറഞ്ഞ ഈ ക്രീം ഇടും, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ വേണ്ടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമുക്ക് ഒരു ശകലം പൗഡർ, ഒത്തിരി ഇടരുത്. ഒത്തിരി ഇട്ട് കഴിഞ്ഞ് കണ്ടല്ലോ ഇതെല്ലാം കൂടെ ഒരുമാതിരി പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. ഒരു ശകലമേ തൂക്കുക. അതിങ്ങനെ കൈകൊണ്ട് ഇതാക്കിയതിന് ശേഷം തന്നെ ഇങ്ങനെ അപ്പോൾ അതങ്ങ് പിടിച്ചിരിക്കും. ഒരുപാട് എടുത്ത് തൂക്കുമ്പോഴങ്ങ് പിന്നെ വെളുവളാന്നങ്ങ് ഇരിക്കത്തില്ല, എല്ലാം കൂടെ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ. ഇതൊക്കെ നമ്മൾ ഒരുപാട് പിന്നെ മേക്കപ്പ് ചെയ്ത പോലെ തോന്നും. അങ്ങനെ എന്നാൽ സിമ്പിളായിട്ടിരിക്കുകയും ചെയ്യണം, എന്നാൽ നല്ല ചെയ്തേക്കുന്ന നല്ല വൃത്തിക്കായിരിക്കുകയും ചെയ്യണം. ഒരു ശകലമേ ഞാൻ തൂത്തുള്ളേ, ഉണ്ടോ, കയ്യെപ്പോലും ഇല്ല. ഞാൻ പൗഡർ ഇടാറില്ല, എനിക്കിഷ്ടവുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ക്രീം മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. എനിക്ക് ഇച്ചിരി ഓയിലി ആയിട്ടിരിക്കുന്നത് അതാ നല്ലത്, നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഇത് നമ്മൾ പൗഡർ ഇട്ട് കഴിയുമ്പോഴത്തേനും ആ ഇതങ്ങ് മാറും. കുറച്ച് കഴിയുമ്പോഴേ കാണാൻ ഇതാകത്തേ ഉള്ളൂ. ഞാനാണെന്നുണ്ടെങ്കിൽ ഇതിട്ടുകൊണ്ട് മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഒരിച്ചിരി ഗ്ലോ ആയിട്ടിരിക്കുന്നത് എനിക്കിഷ്ടം എപ്പോഴും. പിന്നെ നമ്മൾ ചെയ്യുന്നത്, ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെയായിട്ട് ഈ വീഡിയോ യൂട്യൂബിനകത്ത് വന്നതിന് ശേഷം ഞാൻ ഇത് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതുവരെ അല്ലാതെ ഞാൻ ഉപയോഗിക്കത്തേ ഇല്ലായിരുന്നു. എനിക്കിഷ്ടമല്ല, കാര്യമുണ്ട്, അതിൻ്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കണ്ണാടി കൂടെ നോക്കിയിട്ട് എൻ്റെ ലിപ്പെന്ന് പറയുന്ന ശകലമൊക്കെ കുറച്ചൊക്കെ ഒരു ചുമന്നായിരിക്കുന്നു. ഒരുപാടൊന്നും അല്ലേ, ഒരു ചെറുതായിട്ട് വൃത്തികേടില്ലാത്ത രീതിയിൽ കറുത്തല്ല ഇരിക്കുന്നത്. ഇതിൽ കൂടെ നോക്കിയിട്ടാണ്. ഈ ഫോണെന്ന് പറഞ്ഞാൽ കുറച്ച് പഴക്കമുള്ള ഫോണാണ്. ഇത് താഴെ വീണ് പൊട്ടിയൊക്കെ ഇരിക്കുക, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു ഫോൺ എനിക്ക് മേടിക്കണം. അതുകൊണ്ടാണ് കേട്ടോ. ശരിക്കും ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ സാരിയുടെ കളറ് പോലും ഇച്ചിരി ഓറഞ്ചും ഇവിടെ മാത്രമേ ഉള്ളൂ ചുമപ്പ്. ഇത് ഒരുപാട് ഓറഞ്ച് പോലെ, ഇതിപ്പോൾ അതാണ് മൊത്തത്തിൽ ചുമന്നിരിക്കുന്ന പോലെ എനിക്ക് തോന്നി അതിൽ കൂടെ നോക്കിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ യൂട്യൂബിനകത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു. എൻ്റെ മോൾ ഇത് ഇവിടെ വെച്ചിട്ടും ഇതിനകത്ത് മറന്നു പോയാണോ എന്തോ എനിക്കറിയത്തില്ല, ഇവിടെ വെച്ചിട്ട് 2 കളറുണ്ട് കേട്ടോ. ഇത് കുറച്ച് ഡാർക്കാണ്, ഇത് ലൈറ്റുമാണ്. അപ്പോൾ നമുക്ക് ഒരു ശകലം ഇത് തൂക്കാം. ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ ചെയ്തു പോകേണ്ടവർക്ക് ചെയ്തു പോകാം. ഒരു ശകലം ഞാനിതെങ്ങനെ അങ്ങ് തൂക്കും. അല്ല ലൈനൊന്നും വരയ്ക്കത്തൊന്നുമില്ല. ഇപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അല്ല ഞാനിതൊന്നും ചെയ്യാത്തേ ഇല്ലായിരുന്നു. ഒരു ശകലം തൂത്ത് കാണിക്കുക കേട്ടോ. നിങ്ങൾ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ, ചെയ്യേണ്ടവർക്ക് ചെയ്യാം. ഒരു ലൈൻ വിടണ്ട, ഓരോരുത്തർക്ക് ലൈനൊക്കെ ഇട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശകലം ഇട്ടെ. ഇനി അടുത്തത്, നമ്മൾ പൊട്ടുകളുണ്ടായോ, ഇവിടെ എങ്ങാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പൊട്ട്. അടുത്ത പൊട്ട് ഇടുവാണേ. പൊട്ട് തൊട്ടും. നമുക്ക് സ്ത്രീകൾക്ക് പൊട്ട് തൊട്ടില്ല എന്തോ അല്ലയോ. ഒരുങ്ങി കഴിഞ്ഞാലല്ല ഇച്ചതുള്ളൂ. പൊട്ടും തൊട്ടും ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഞാൻ തല ചെയ്യും. തല എനിക്കിപ്പോൾ ചെയ്യേണ്ട കാര്യം കണ്ടിട്ടുണ്ടല്ലയോ. ഈ മുടിയൊക്കെ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് മുടി കിളിക്കുമായിരുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇത്രയും കിളിച്ചാൽ മതിയെന്നാണ് വിചാരം. എന്നിട്ടൊന്ന് ഷേപ്പ് ആക്കി വെക്കാമല്ലോ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പം എളുപ്പമാണ് പിന്നെ പെട്ടെന്ന് തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ റെഡിയാകാം. കാര്യമുണ്ട്, പഴയ പോലല്ല പെട്ടെന്ന് വന്നുകൊണ്ട് കുളിക്കുക, തല തോർത്തുക, ഇറങ്ങുക, ചെറുതായിട്ടൊന്ന് ചീകി വെക്കുക, അത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ നമുക്ക് വേറെ പെട്ടെന്ന് മറ്റേതിൻ്റെ കൂട്ടാണെങ്കിൽ മുടി കെട്ടുമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഒരു കാര്യം കൊണ്ടേ, അത് അത്യാവശ്യം എനിക്ക്. പിന്നത്തേത് കണ്ടോ, ഇച്ചിരി ചന്ദൻ, ഇത് കറുത്ത ചന്ദനോ, നമ്മുടെ പിന്നെ ഗണപതിയുടെ ഇതിൻ്റെ ഗണപതി ഹോമം നടത്തുമല്ലോ അവിടെ അമ്പലത്തിലെ, അതിൻ്റെ ഗണപതി പ്രസാദമാണേ. അത് എനിക്ക് എന്നും ഇച്ചിരി തൊടണം. തൊട്ടില്ലല്ലോ ഉണ്ടല്ലോ, ഏതോ ഒരു ഇതുപോലെ നമ്മൾക്കങ്ങ് ശീലമായി. അത് ഞാൻ ശകലം തൊടും. എന്നും അമ്പലത്തിൽ പോകുന്നതല്ലയോ.
എന്നും പോകാൻ പറ്റുമ്പോഴൊക്കെ പോകും. ആ സമയത്ത് ഞാനിത് ഇടുകയും ചെയ്യും. എനിക്കിത് നെറ്റിക്കൊന്നും എടുത്ത് കളയുമ്പോൾ ഏതാണ്ട് ഒരു വിഷമം പോലെ. ഇത്രയുള്ള എൻ്റെ മേക്കപ്പ് കണ്ടോ? എന്തെങ്കിലും ചെയ്തോ? സാധാരണ എല്ലാവരും സ്ത്രീകളും ചെയ്യുന്ന പോലെ അല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാനിത് ഉപയോഗിക്കാറില്ല. ഇത് ഞാൻ എടുത്ത് ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, കഴിയാറാവുന്നു. ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷേ നമുക്ക് പോകേണ്ടവർക്കെന്നല്ല, നമുക്ക് ചെയ്യേണ്ടവർക്ക് ഇതൊരു സ്വല്പം എടുക്കുക. ക്രീം ആദ്യം ഇടുക. ഞാൻ പറഞ്ഞില്ല, ക്രീം ഇടണം. ക്രീം ഇട്ടിട്ടേ ഇടാവും കേട്ടോ. ക്രീം ഇടുക. അതിന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതൊരു സ്വല്പം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഡോട്ട് പോലും ഇങ്ങനെ അവിടെ എവിടെയും തൊട്ടിട്ട് 2 കൈ കൊണ്ട് നന്നായിട്ട് തൂക്കുക. അത്രയേ ഉള്ളൂ കാര്യം. അത് കഴിയുമ്പോൾ ഇനി സ്വല്പം ഒരു പൗഡർ ഇട്ടാൽ മതി. ഒരുപാടുണ്ട്. ഒരു സ്വല്പം കയ്യിലോട്ട് ഇട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തൂക്കുകയോ ചെയ്യും. തൂത്തിട്ട് അങ്ങ് തൂത്താൽ മതി. അല്ലാതെ ഒത്തിരി കുടഞ്ഞിട്ടിട്ട് ഒരുപാട് പിടിപ്പിച്ച് വെക്കല്ലോ, വൃത്തികേടാത്. അങ്ങനെ ചെയ്യല്ലോ. സിമ്പിളാണ്, കഴിഞ്ഞില്ലയോ? ഇത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ ഒരുപാട് ഇതെല്ലാം കൂടി വാരി വെച്ച് തേച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരുമാതിരി കുട്ടിയടിച്ച പോലെ ഇരിക്കും, ഇല്ലയോ? ഓരോരുത്തരൊക്കെ പറഞ്ഞിട്ടില്ല കുട്ടിയടിച്ച് വെച്ചേക്കുവാണെന്ന്. എന്തിനാ നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങിയാൽ മതി. എന്നിട്ട് ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെ ഞാൻ ചെയ്തു പോകുന്നത് കേട്ടോ. അല്ല ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. കണ്ടു കഴിഞ്ഞാൽ വേണം ഒത്തിരി ഒരുക്കമാണ് വിചാരിക്കും. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാ ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഒരുക്കം ഉണ്ടോയെന്ന് തോന്നുന്നു. ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കമ്മലൂടെ മാറിയിടാമേ. കമ്മലിട്ടേ. ഇച്ചിരി വലിയ കമ്മലിട്ടു കണ്ടോ. ഇവിടെ ചെറിയ കമ്മലല്ലേ ഞാൻ ഇട്ടിരുന്നത്. ഈ മുടി ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് കമ്മലൊന്നും ഇടാനും ഞാത്തു പോലുള്ളതൊന്നും ഇടുന്നില്ല ഞാൻ. ഇങ്ങനെ മുടി ഇത്രയായിട്ട് ഇരിക്കുന്നതുകൊണ്ടേ ഇച്ചിരി വട്ടത്തിലുള്ള വലിയ കമ്മലാണ് ഇട്ടേക്കുന്നത്. ഉണ്ടോ? കമ്മലിട്ടു. ഇത്രയേ ഉള്ളൂ ഒരുക്കമേ. ഒരുങ്ങി കഴിഞ്ഞേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ഇട്ട് നാളെ വരാം. താങ്ക് യു.